വിശദമായി നോക്കാം. മതസൗഹാർദ്ദം മാതൃകയായി കോഴിക്കോട് ഓർക്കാട്ടേരി ശിവ ഭഗവതി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. നിരവധി പ്രത്യേകതകളുണ്ട് ഇവിടുത്തെ ഉത്സവത്തിന്. വടക്കൻ മലബാറിലെ പ്രശസ്തമായ ഓർക്കാട്ടേരി ചന്തയും ക്ഷേത്രോത്സവവും വേറിട്ട കാഴ്ചയാണ്. ഏറാമല പഞ്ചായത്തിലെ ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിക്ക് ചാർത്താനുള്ള കാച്ചുമുണ്ട് സമർപ്പണത്തോടെയാണ് താലപ്പൊലി മഹോത്സവത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഭഗവതിക്കുള്ള കാച്ചുമുണ്ട് നൽകുന്നത് ഓർക്കാട്ടേരിയിലെ മുസ്ലിം തറവാട്ടിൽ നിന്നാണ്. പതിവ് പോലെ ഇത്തവണയും മാവുള്ളത്തിൽ തറവാട്ട് പ്രതിനിധിയായ അബ്ദുള്ള ദേവിക്ക് ചാർത്താനുള്ള കാച്ചുമുണ്ട് നൽകിയതോടെയാണ് ഉത്സവത്തിന് ആരംഭം കുറിച്ചത്. ഓർക്കാട്ടേരി ശിവക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഉത്സവത്തിന് ഉപ്പാൻ്റെ ഉമ്മ പാത്തുമ്മയാണ് ഈ മുണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. കുറേ അതിനുശേഷം അവർക്ക് ആളുശേഷം ഉപ്പ കൊടുക്കുകയും അതിനുശേഷം 22 കൊല്ലമായി ഞാനാണ് കൊടുക്കുന്നത്. ഈ മുണ്ട് കിട്ടിയതിന് ശേഷമാണ് ഇവിടെ ഉത്സവം തുടങ്ങുന്നത്. കാച്ചുമുണ്ടിന് പിന്നിലുമുണ്ട് മതസൗഹാർദ്ദത്തിന്റെ നിറമുള്ള കഥ. കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ഭഗവതി പുതുകുളങ്ങര എന്ന സ്ഥലത്ത് കായക്കൊടി മുസ്ലിം തറവാട്ടിലെ പാത്തുമ്മ എന്ന സ്ത്രീക്ക് ദർശനം നൽകിയെന്നാണ് ഐതിഹ്യം. അതിന്റെ സ്മരണയ്ക്കായി അവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ സ്ഥലം നൽകിയെന്നാണ് കരുതുന്നത്. ഇതിനു പകരമായി ഉത്സവകാലത്ത് ദേവിക്ക് ചാർത്താൻ കാച്ചുമുണ്ട് നൽകണമെന്നായിരുന്നു ആവശ്യം. നീരാട്ട് കഴിഞ്ഞ് മറുതുണിയില്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയെ സമീപത്തുള്ള കായക്കൊടി തറവാട്ടിലുള്ള ഒരു പാത്തുമ്മ എന്ന സ്ത്രീ കാണുകയും അവർ മറുതുണിയില്ലാതെ നിൽക്കുന്ന ഈ സ്ത്രീക്ക് താൻ ഉപയോഗിക്കുന്ന കാച്ചിമുണ്ട് നൽകുകയും ചെയ്തു. ദേവി വിശ്വരൂപം കാണിക്കുകയും ഉമ്മയ്ക്ക് ദർശനം നൽകുകയും ചെയ്തു. പ്രത്യുപകാരം എന്ന നിലയിൽ ഓർക്കാട്ടേരിയിൽ ഒരു മുസ്ലിം പള്ളി പണിയാനും എൻ്റെ ആഘോഷവേളയിൽ ഈ പ്രതീകമെന്നുള്ള നിലയിൽ കാച്ചിമുണ്ട് എനിക്ക് സമർപ്പിക്കണമെന്നും അരുളപ്പാടുണ്ടായി. കായക്കൊടി മുസ്ലിം തറവാട്ടിൽ നിന്നാണ് വർഷാവർഷം ഭഗവതിക്കുള്ള പട്ട് കൊണ്ടുവരുന്നത്. ഈ ആചാരം ഇന്നും തുടരുന്നു. ഉത്സവം കൊടിയേറുന്ന ദിവസം തന്നെയാണ് ഓർക്കാട്ടേരി ചന്തയ്ക്കും തുടക്കമാകുന്നത്. മതസാഹോദര്യത്തോടൊപ്പം ഒരു ജനത ഒറ്റ മനസ്സോടെ പങ്കെടുക്കുന്ന മലബാറിലെ പ്രധാന ആഘോഷ പരിപാടി കൂടിയാണ് ഓർക്കാട്ടേരി ചന്ത. ന്യൂസ് 18 ഓർക്കാട്ടേരി. തൊടുപുഴ വെങ്ങല്ലൂരിൽ വീണ്ടും KSEBയുടെ കൊള്ള. ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഈ മാസം ലഭിച്ചത് 56,000 രൂപയുടെ ബില്ല്. മീറ്റർ റീഡിംഗ് എടുക്കാനെത്തിയവർക്ക് സംഭവിച്ച പിഴവ് ഇതുവരെ പരിഹരിക്കാത്തതാണ് അമിത ബില്ലിന്റെ കാരണം. ഒരു മാസം മുൻപാണ് തൊടുപുഴ വെങ്ങല്ലൂർ ഭാഗങ്ങളിലുള്ള 300ഓളം വീട്ടുകാർക്ക് ഉയർന്ന വൈദ്യുതി ചാർജ് വന്നത്. 2,000 രൂപയുടെ സ്ഥാനത്ത് ലഭിച്ചത് 60,000 രൂപയുടെ ബില്ല്. KSEBക്ക് സംഭവിച്ച പിഴവാണെങ്കിലും 24 തവണകളായി ബില്ല് അടച്ചു തീർക്കാമെന്ന് ചർച്ചയിൽ തീരുമാനമായി. പലിശരഹിതമായിരിക്കുമെന്നും KSEB അധികൃതർ ഉറപ്പു നൽകി. എന്നാൽ ഇത് പാലിക്കപ്പെട്ടില്ല. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഈ 3-ാം വാർഡ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 3-ാം വാർഡിലെ എല്ലാ വീട്ടുകാരുടെയും മീറ്റർ മാറ്റി വെക്കണം എന്ന് പറഞ്ഞ് ഫീസ് അടയ്ക്കാത്തവരുടെ വീട്ടിൽ വന്നവർ മീറ്റർ ഊരിക്കൊണ്ടുപോയി അവരെ കൊണ്ട് പൈസ അടപ്പിച്ചു. അപ്പം ഇത് ബോർഡ് അറിഞ്ഞു വെച്ചിട്ട് ഇത് ഒരു എൻക്വയറി നടക്കുകയാണെങ്കിൽ ആസ് എ കൺസ്യൂമർ ഞങ്ങൾക്ക് അറിയാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ ഞങ്ങളോട് അത് മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്നും മീറ്ററിന്റെ പൈസ ഈടാക്കി മീറ്റർ ചെക്ക് ചെയ്യുന്നതിന്. വീണ്ടും അമിത ബില്ലുകൾ വരില്ലെന്ന് ഉറപ്പ് പാഴായി. തൊടുപുഴ നഗരസഭ വെങ്ങല്ലൂർ 3-ാം വാർഡിലെ താമസക്കാരനായ ബാബു ജോസഫിന് ഈ മാസം ലഭിച്ചത് 56,000 രൂപയുടെ ബില്ലാണ്. ചുമ്മാ ഒരു വലിയ തുക വന്നിട്ട് അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ? എവിടെ അടയ്ക്കാണ്ട് ഒരു അടിസ്ഥാനമില്ലാത്ത എങ്ങനെ ഇത് ഉണ്ടായെന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടായെന്ന് നമ്മൾ കാണുന്നില്ലല്ലോ. ഇപ്പൊ ഇന്നലെ ഇവനോടെ പോയില്ലെങ്കിൽ ബില്ല് ഇവിടെ ഇപ്പോഴും എത്തിയല്ല. ഡിസ്കണക്ഷൻ ഡേറ്റിൻ്റെക്കില്ല പിന്നെ തരുന്നതിന്. ഡിസ്കണക്ഷൻ 9-ാം തീയതിക്ക് വെച്ചിരിക്കുന്നതാണ് 9/8-ലേക്ക്. KSEBയുടെ തെറ്റിന് ഉപഭോക്താക്കളെ പിഴിയാനാണ് നീക്കം. വൈദ്യുതി മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാര്യം അറിയിച്ചെങ്കിലും തുക അടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഉരുമെന്ന നിലപാടിലാണ് KSEB. ഇതുവരെ ഉണ്ടായ അവരുടെ കുഴപ്പങ്ങൾ മുഴുവൻ അവരെ ഏറ്റെടുത്തു. അവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്, റീഡിങ്ങിൽ വന്ന പിഴവാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി. ഇനി അത് തുടർന്ന് മുമ്പോട്ട് പോകുമ്പം നിങ്ങൾക്കിത് തവണകളാക്കി തരാം. അത് 24 തവണകളാക്കി തരാമെന്നും അത് 2 വർഷം കൊണ്ട് അടച്ചാൽ മതിയെന്നും പിന്നെ ഇതിന് 1 രൂപ പോലും പലിശ ഈടാക്കില്ല എന്നും ഞങ്ങൾക്ക് അവിടെ വെച്ച് ഉറപ്പ് നൽകിയ. അത് കൗൺസിലർ എന്നല്ല, ഞാനും മുനിസിപ്പൽ ചെയർമാനും ഉണ്ടായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് അവിടെ വെച്ച് പറഞ്ഞതാണ്. 1 രൂപ പോലും പലിശ ഈടാക്കില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം ഇവർ ഇത് പൈസ അടയ്ക്കാൻ ചെന്നപ്പോൾ 12% വെച്ചുള്ള പലിശ കാൽക്കുലേറ്റ് ചെയ്ത് ഇവരോട് അടയ്ക്കാൻ പറയുകയാണ്.
ഒരു ഗഡു അടച്ച് പലരെയും ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് പിന്നെയും ഇത് അടപ്പിക്കുന്നത്. അടയ്ക്കാതിരുന്ന ആളുടെ വന്ന് അവർ ഫ്യൂസ് വന്ന് കട്ട് ചെയ്യുകയും ചെയ്യും. കേസ് കോടതിയുടെ പരിഗണനയിലാണ്. 30-ാം തീയതി വരെ ഫ്യൂസ് കട്ട് ചെയ്യരുതെന്ന കോടതി ഉത്തരവ് KCB ജീവനക്കാർ പാലിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. കോതമംഗലത്ത് നടന്ന നാഷണൽ ലെവൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് എക്സ്പോ ശ്രദ്ധേയമായി. പുതുപ്പാടി മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു എക്സ്പോ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, സ്റ്റാർട്ടപ്പുകൾ, IT കമ്പനികൾ എന്നിവർ എക്സ്പോയിൽ പങ്കെടുത്തു. 20ഓളം നൂതന ആശയങ്ങളുള്ള റോബോട്ടിക്സ് പ്രോജക്റ്റുകൾ വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിച്ചത്. വിവിധ യൂണിവേഴ്സിറ്റിയിൽ നിന്നായി അധ്യാപകരും AI റോബോട്ടിക്സ് എക്സ്പോയിൽ പങ്കെടുത്തു. അജയ് ബേബി വർഗീസ്, എൽദോസ് PU, നീതു മാത്യു നിജോ എന്നിവർ നേതൃത്വം നൽകി. റോബോട്ടിക്സ് എക്സ്പോയിൽ കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച ഗോകാർട്ട് റേസിംഗ് കാർ ശ്രദ്ധേയമായി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 30ഓളം വിദ്യാർത്ഥികൾ ചേർന്നാണ് ഗോകാർട്ട് നിർമ്മിച്ചത്. ദേശീയതലത്തിൽ നടക്കുന്ന കാർട്ടിംഗ് റേസ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഗോകാർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റാലിയൻസ് എന്നാണ് വിദ്യാർത്ഥികൾ കാറിന് പേര് നൽകിയത്. ഞങ്ങളുടെ കോളേജിൽ തന്നെയാണ് ഫുള്ള് പണിതേക്കുന്നത്. ഒരു ഹോണ്ട എക്സ്ട്രീം 160 എന്ന് പറഞ്ഞ ബൈക്കിന്റെ എഞ്ചിൻ വെച്ചാണ് കാർട്ട് പണിതേക്കുന്നത്. ബാക്കി എല്ലാ പാർട്സും ഗോകാർട്ടിന് ഉപയോഗിക്കുന്ന ടയറുകളും സ്പ്രോക്കറ്റും ഒക്കെയാണ്. ചാസി ഫുള്ള് ഞങ്ങൾ കോളേജിൽ നിന്ന് തന്നെ പണിതിറക്കിയതാണ്. AI റോബോട്ടിക്സ് മേഖലയിൽ നൂതന ആശയങ്ങൾ പഠിക്കാൻ ഈ എക്സ്പോ പ്രയോജനപ്പെടുമെന്ന് അധ്യാപകൻ എൽദോസ് PU പറഞ്ഞു. ഇതിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികൾ അവരുടെ ഇന്നോവേറ്റീവ് ഐഡിയകളാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുവാൻ സാധിക്കുന്ന പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് മേഖലയിലെ നൂതന ആശയങ്ങളെല്ലാം തന്നെ ഇവിടെ അവർ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ പ്രദർശന വശം നമുക്ക് എല്ലാവർക്കും തന്നെ പുതിയ അറിവുകളും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനും ഇത് ഉപകാരപ്പെടുന്നു. ന്യൂസ് 18 കോതമംഗലം. കരുനാഗപ്പള്ളി പന്മനയിൽ നിലാലംബരായ കുടുംബത്തിന് സഹായവുമായി കുട്ടികൾ. പന്മന വടക്കുംതലക്കിലുള്ള കുടുംബത്തിനാണ് കുട്ടികളുടെ കൈത്താങ്. പന്മന വടക്കുംതലക്കൽ സ്വദേശിക്കും കുടുംബത്തിനുമാണ് കുട്ടികളുടെ കൈത്താങ്. വിധവയും 2 കുട്ടികളുടെ അമ്മയുമായ ഇവർക്ക് ജീവിക്കാൻ മറ്റു മാർഗമുണ്ടായിരുന്നില്ല. ഉപജീവനത്തിനും വിദ്യാഭ്യാസത്തിനുമായാണ് തേവലക്കര KVM സ്കൂളിലെ കുട്ടികൾ കട തുടങ്ങി നൽകിയത്. വീട്ടിൽ നിന്ന് ശേഖരിച്ചും കടയിൽ നിന്ന് വാങ്ങിച്ചും കുട്ടികൾ വിൽപ്പനയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ കടയിലെത്തിച്ചു. കൂടാതെ ആദ്യ ദിവസത്തെ കച്ചവടം കൂടി അവർ ഏറ്റെടുത്തു. പാവപ്പെട്ട അമ്മയ്ക്ക് കട തുടങ്ങുന്നതിന് വേണ്ടി അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് സ്കൂളിലെ കുട്ടികളായ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, വീടുകളിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്നത്. സോപ്പ്, ബ്രഷ്, പേസ്റ്റ്, സ്വീറ്റ്സ് എന്നിവയാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലാസ് മുറിക്കുള്ളിലുള്ള പഠനം മാത്രമല്ല, ചുറ്റുമുള്ള വലിയ പാഠങ്ങൾ കൂടി അറിയാൻ വേണ്ടിയാണ് പ്രവർത്തികൾ ചെയ്തതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ചവറ ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി കട ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷംന റാഫി ആദ്യ വിൽപ്പന നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തകനും പത്തനാപുരം ഗാന്ധിഭവൻ കോർഡിനേറ്ററുമായ സിദ്ദിഖ് മംഗലേശ്വരി, റാഫി നെറ്റിയാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കരുനാഗപ്പള്ളി. കോഴിക്കോട് നിന്നും ന്യൂസ് 18ക്ക് വേണ്ടി വിനോദ് കോവൂർ. ജീവൻ പണയം വെച്ച് വനമേഖലയിൽ പണിയെടുക്കുന്ന ആന വാച്ചർമാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് 6 മാസമായി. കോതമംഗലം പുന്നേക്കാട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ താൽക്കാലിക വാച്ചർമാർക്കാണ് ഈ ഗതികേട്. 5 വർഷമായി കീരാമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പുന്നേക്കാട് മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. പരാതികൾ വർദ്ധിച്ചതോടെയാണ് പുന്നേക്കാട് സെഷൻ ഫോറസ്റ്റ് ഓഫീസിന് കീഴിൽ 6 വാച്ചർമാരെ നിയമിച്ചത്. നിയമനം ലഭിച്ച ആദ്യ നാളുകളിൽ കൃത്യമായ ശമ്പളം ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് തുകയിൽ കുറവ് വരികയും ഉള്ള കാശ് ലഭിക്കാൻ കാലതാമസം നേരിടുകയും ചെയ്തു. ജീവൻ പണയം വെച്ചാണ് രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഇവർ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നത്. പെരിയാറ് കടന്നെത്തുന്ന ആനകളെ തുരത്താൻ പടക്കവുമായി വാച്ചർമാർ വനാതിർത്തികളിൽ സദാ ജാഗരൂകരാണ്. പുഴ കടന്നെത്തുന്ന ആനകൾ ചിലപ്പോൾ ദിവസങ്ങളോളം ജനവാസ മേഖലകളിൽ തമ്പടിക്കാറുണ്ട്. ഇവയെ വനപാലകരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ തിരികെ കാട്ടിലേക്ക് കയറ്റി വിടുന്നതുവരെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആന വാച്ചർമാർ ജോലി ചെയ്യേണ്ടി വരും. ജീവൻ പണയം വെച്ച് രാവും പകലും ജോലി ചെയ്യുന്ന തങ്ങൾക്ക് ശമ്പളം നൽകണമെന്നും സുരക്ഷിതമായി ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ആന വാച്ചർ ജോളി ഐസക് ആവശ്യപ്പെടുന്നു. തികച്ചും അവരെ ഞങ്ങളെ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഏറ്റവും അധികം രാവും പകലും കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് ഒരു മാസം 12 ദിവസത്തെ വേതനം മാത്രമാണ് എഴുതി തരുന്നത്. അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ഈ ശമ്പളം ലഭിക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷിതയോടുകൂടെ ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.
വനംവകുപ്പ് അവഗണന തുടർന്നാൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് കീരാമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു. ശമ്പളം കൊടുത്തില്ലെങ്കിൽ ഇവർ ഈ പണി ഉപേക്ഷിക്കുമെന്ന് പറയുന്നത്. ഈ പണി ഉപേക്ഷിച്ചാൽ ഒരു സംശയമില്ല, രാത്രി കാലങ്ങളിൽ ഇവിടെ നാട്ടുകാർക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല, ആനകളൊക്കെ വരും, ഫോറസ്റ്റുകാരൊക്കെ അവിടെ വീട്ടിൽ കിടന്നുറങ്ങിയ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇതിനുള്ള ഒരു പൈസ കൊടുക്കുന്നുള്ള കാര്യത്തിൽ, ശമ്പളം കൃത്യമായി കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു രീതിയിലും പുറകോട്ടേക്ക് പോകാൻ സാധിക്കില്ല. ഈ പാവപ്പെട്ട രാത്രി ആന വാച്ചേഴ്സിന് ശമ്പളം അവർ കൃത്യമായി കൊടുക്കണം. പൊതുജനങ്ങളുടെയൊക്കെ ധാരാളം സഹകരണം. രാത്രി പൊതുജനങ്ങൾ 10-30 ആളുകൾ രാത്രി ഉറക്കമളച്ച് ഇതിന് പുറകെ നടന്നാണ് ഇവർ സേവിക്കുന്നത്. അതുകൊണ്ട് വനംവകുപ്പൊന്നും കാണാതെ പോയി എന്ന് മനസ്സിലാക്കരുത്. അവർ ശക്തമായി ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ സമര നടപടികൾ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂസ് 18 കോതമംഗലം. സംസ്ഥാന ഭവന നിർമ്മാണ വകുപ്പ് സുനാമി ബാധിതർക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകിയ വീടുകൾ ഗുണഭോക്താക്കൾ കൈയൊഴിഞ്ഞു. ആവശ്യത്തിന് സൗകര്യമില്ലെന്ന് പറഞ്ഞാണ് പലരും വീടുകൾ കൈയൊഴിഞ്ഞത്. എന്നാൽ അനർഹരെ പദ്ധതിയിൽ തിരികെ കയറ്റുകയായിരുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. സുനാമി ബാധിതർക്കായി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മാടക്കാലിൽ നിർമ്മിച്ച സുനാമി പുനരധിവാസ വീടുകളിൽ പകുതിയിലും ഇന്ന് താമസക്കാരില്ല. വീടുകൾ പലതും നശിച്ചു തുടങ്ങിയിട്ടും താമസക്കാരെ തിരിച്ചെത്തിക്കാനോ വീടുകൾ ഏറ്റെടുത്ത് അർഹരായവർക്ക് നൽകാനോ അധികൃതർക്ക് താൽപര്യവുമില്ല. സംസ്ഥാന ഭവന നിർമ്മാണ വകുപ്പ് സൗജന്യമായി നിർമ്മിച്ചു നൽകിയ വീടുകളാണ് ഗുണഭോക്താക്കൾ കൈയൊഴിഞ്ഞത്. 2009 ജൂലൈയിൽ മാടക്കാലിലെ 20 കുടുംബങ്ങൾക്കാണ് വീടുകളുടെ താക്കോൽ കൈമാറിയത്. ചടങ്ങിൽ പങ്കെടുത്ത് താക്കോലും രേഖകളും കൈപ്പറ്റിയവരിൽ പകുതി ആളുകൾ മാത്രമാണ് താമസമാക്കിയത്. ബാക്കി വീടുകൾ 15 വർഷമായി അടഞ്ഞുകിടക്കുകയാണ്. സർക്കാർ ഇത്തരം വീടുകൾ തിരിച്ചെടുത്ത് ഭവനരഹിതരായ ആളുകൾക്ക് കൈമാറണമെന്ന് ആവശ്യമാണ് ഉയരുന്നത്. 20 വീടായില്ലത് മൊത്തം 20 വീട്ടുകാരും താക്കോലും വാങ്ങി പോയതാണ്. അതിലിപ്പം 10 വീട്ടുകാർ താമസമില്ല, ബാക്കി 10 വീട്ടുകാർ താമസമില്ല. അവർ എന്തെങ്കിലും അന്വേഷണ വിധമായിട്ട് വരുമ്പോൾ ആ സമയത്ത് മാത്രം ഒരു താമസ സൗകര്യം കാണിക്കും, അവർ പോകും. ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. വീടില്ലാത്ത ഒരുപാട് ആളുണ്ട് ലൈഫിൽ. വീട് കൊടുത്തിട്ട് ഇപ്പം മാടക്കാലത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ വാടകയ്ക്ക് നമ്മളെ പാവപ്പെട്ടവരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കങ്ങ് ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ട് ഈ ബാക്കിയിലെ 10 വീട് കൊടുക്കണം എന്നാണ് നാട്ടുകാരെന്ന രീതിയിൽ എനിക്ക് പറയേണ്ടത്. പാർപ്പിട പദ്ധതിക്കായി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തതിൽ പിഴവ് വന്നിരുന്നു എന്ന ആക്ഷേപം ശക്തമായിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ഇവിടുത്തെ നിലവിലെ സ്ഥിതി. ന്യൂസ് 18 വലിയപറമ്പ്. ന്യൂസ് 18ക്ക് വേണ്ടി ക്യാമറാമാൻ ശശി നാരായണനൊപ്പം കോന്നിയിൽ നിന്നും KU ജനീഷ് കുമാർ. ഇടുക്കി ഉപ്പുതറ ആനപ്പള്ളത്തെ വഴിവിളക്കുകൾ നോക്കുകുത്തിയാകുന്നതായി പരാതി. ലൈറ്റുകൾ യഥാസമയം അറ്റകുറ്റപ്പണി നടത്താതായതോടെ പ്രകാശിക്കാത്ത അവസ്ഥയിലാണ്. ഇതോടെ രാത്രികാലങ്ങളിലൂടെയുള്ള കാൽനട യാത്ര ഉൾപ്പെടെ വളരെ ദുഷ്കരമായതായാണ് നാട്ടുകാരുടെ പരാതി. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ ഉൾപ്രദേശമായ ആനപ്പള്ളമാണ് അധികൃതരുടെ അവഗണന നേരിടുന്നത്. വഴിയോരങ്ങളിലുള്ള വഴിവിളക്കുകളുടെ അഭാവം പ്രദേശവാസികളെ പ്രതികൂലമായി ബാധിക്കുന്നു. ജനവാസം കുറഞ്ഞ മേഖലയിലൂടെ വേണം ആനപ്പള്ളത്തേക്ക് എത്താൻ. ബസ് റൂട്ടുകൾ ഇല്ലാത്തതിനാൽ കാൽനടയായാണ് സഞ്ചാരം. എന്നാൽ രാത്രിയാകുന്നതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമാകും. ഇഴജന്തുക്കളുടെ ശല്യവും ഭീതി ഉളവാക്കുന്നു. ഉള്ള പോസ്റ്റിലൊക്കെ ബൾബ് വേണം. പക്ഷേ ആ സമയത്ത് ഇതിൽ ഒന്നാമത്തെ ഭയങ്കര പാമ്പ് ശല്യം. പെൺകുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ 7 മണി രാത്രി ആകുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ വരുന്നത്. എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പഞ്ചായത്തിൻ്റെ മെമ്പറുടെ ഭാഗത്തു നിന്നോ അടുത്തങ്ങ് ഒരു വീട് അടുക്കാണ്, പിന്നെ 2 ഏക്കർ അപ്പുറത്തോ വീടുകളെ ഒരു വഴിവിളക്ക് അത്യാവശ്യമാണ്. ഞങ്ങൾക്ക് വൈകിട്ട് വെട്ടമില്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തോട്ടത്തിൽ കടയ്ക്കാണെങ്കിലും പണി കഴിഞ്ഞ് വന്നിട്ട് കടയിലൊക്കെ സാധനം മേടിക്കാൻ പോയിട്ട് വന്നു കഴിയുമ്പോൾ വെട്ടമില്ല. പാമ്പ് ശല്യമുണ്ട്. അതുപോലെ തന്നെ അപ്പുറം ഇപ്പുറം കാടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ് വരാൻ. അപ്പോൾ ഈ ഉള്ള പോസ്റ്റിലൊക്കെ ബൾബ് ഇടുവാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ്. അതിനൊരു നടപടി ഉണ്ടാകണം. കാടുപടലങ്ങളാൽ മൂടിപ്പെട്ട് കിടക്കുന്ന പാതയോരങ്ങളിൽ കാട്ടുപന്നി ശല്യവുമുണ്ട്. മിക്ക പോസ്റ്റുകളിലും വഴിവിളക്കുകൾ കാണാമെങ്കിലും ഒന്നും പ്രവർത്തനക്ഷമമല്ല. ഏതാനും കുറച്ച് ലൈറ്റുകൾ മാത്രമാണ് രാത്രിയിൽ പ്രകാശിക്കുക. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ നിലവിലുള്ള ലൈറ്റുകളും തകർച്ചയുടെ വക്കിലാണ്. 100 കണക്കിന് കുടുംബങ്ങളാണ് മേഖലയിൽ താമസിക്കുന്നത്. എന്നാൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 ഇടുക്കി. അരനൂറ്റാണ്ടുകാലം ചവിട്ടുകളിയെ നെഞ്ചിലേറ്റിയ തങ്കമ്മ പുരസ്കാര നിറവിൽ. പാരമ്പര്യ കലയായ ചവിട്ടുകളിയെ സമൂഹത്തിൽ നിലനിർത്തിപ്പോരുന്നതിനാണ് പാലക്കാട് വള്ളൂർ സ്വദേശി തങ്കമ്മയ്ക്ക് സംസ്ഥാന ഫോക്ലോർ പുരസ്കാരം ലഭിച്ചത്. 12ാം വയസ്സിൽ കളത്തിലിറങ്ങിയ തങ്കമ്മ 75ന്റെ നിറവിലും ചവിട്ടുകളിയിൽ സജീവമാണ്.
നൂലുംചാരടുണ്ടോ ചവിട്ടി നേരത്താനേ കോഴിക്കോട്ടങ്ങാടി നേരത്തിനായി പോകുമ്പോൾ മുലുംചാരടുണ്ടോ ചവിട്ടി നേരത്താനേ. മാതാപിതാക്കളിൽ നിന്നും സ്വായത്തമാക്കിയ കല പിന്നീട് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ജനകീയമാക്കുകയുമാണ് തൊഴിലുറപ്പ് തൊഴിലാളി കൂടിയായ തങ്കമ്മ. അരനൂറ്റാണ്ടിലേറെയായി ഈ മേഖലയിൽ തങ്കമ്മയുണ്ട്. തങ്കമ്മയുടെ നേതൃത്വത്തിലുള്ള 30 അംഗ സംഘം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചവിട്ടുകളി അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ സംസ്ഥാന ഫോക്ലോർ പുരസ്കാരം തങ്കമ്മയെ തേടിയെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് 2022 സംസ്ഥാന ഫോക്ലോർ പുരസ്കാരം പ്രഖ്യാപിച്ചത്. പുരസ്കാരം ലഭിച്ചുവെന്ന് കരുതി തന്റെ തൊഴിലുറപ്പ് തൊഴിൽ ഒഴിവാക്കി ആഘോഷിക്കാനൊന്നും തങ്കമ്മ തയ്യാറല്ല. സഹപ്രവർത്തകർക്കൊപ്പം പുരസ്കാരത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് ജോലിയിൽ സജീവമാണ് തങ്കമ്മ. ഒരു 10-30 കൊല്ലമൊക്കെ ആയിരുന്നു ഈ പരിപാടിയിൽ ഞങ്ങളിങ്ങനെ പോയി തുടങ്ങിയിട്ട്. ഞങ്ങളെ അച്ഛനും അമ്മയും ഞങ്ങളെ കാരണന്മാരായ കാലത്ത് ഈ പരിപാടി നടത്തിയിരുന്നതാണ്. ഞങ്ങൾ കുട്ടികളാകുമ്പോൾ ഇത് പോയി ശീലിച്ച് വന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിത് അത് പഠിഞ്ഞു. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു കലയോട് കൂടി ഞങ്ങളിങ്ങനെ കൊണ്ടടക്കുന്നുണ്ട്. ആ കലയിൽ പോയിട്ടാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയത്. വാർദ്ധക്യത്തിലും ഈ പാരമ്പര്യകല അന്യം നിന്ന് പോകരുത് എന്ന് കരുതിയാണ് ഈ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇന്ന് യുവതലമുറയ്ക്കും ചവിട്ടുകളിയിൽ പരിശീലനം നൽകുന്നു. കുടുംബാംഗങ്ങളുടെ പിന്തുണയും ഈ രംഗത്ത് തുടരാൻ തങ്കമ്മയ്ക്ക് സഹായകമാകുന്നു. തൊഴിലുറപ്പ് ജോലികൾക്കിടയിൽ ഒപ്പമുള്ളവരും തങ്കമ്മയ്ക്കൊപ്പം ചവിട്ടുകളി ഗാനങ്ങൾ ആലപിച്ച് പൂർണ്ണ പിന്തുണ നൽകുന്നു. ഭൂമിക്കാരെ ഭൂമിയുടെ ദേശക്കാരെ ഭൂമിയെ ഒന്ന് ഉണർത്തി തേരി ഭൂമിയുടെ ദേശക്കാരെ. ന്യൂസ് 18 പട്ടാമ്പി. ന്യൂസ് 18 വേണ്ടി ജി ശ്രീജിത്തിനൊപ്പം മാണി സി കാപ്പൻ MLA. ഇടുക്കി കുമളി ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിലെ ലെനിന്റെ ചിത്രം ശ്രദ്ധ നേടുന്നു. 2800 ചതുരശ്ര അടി വിസ്തീർണത്തിൽ കലാകാരനായ അബ്ദുൾ റസാഖാണ് ചിത്രം നിർമ്മിച്ചത്. സ്കൂൾ ഗ്രൗണ്ടാകെ നിറഞ്ഞു നിൽക്കുന്ന റഷ്യൻ നേതാവ് ലെനിന്റെ കൂറ്റൻ ചിത്രം മണിക്കൂറുകൾ നീണ്ട പ്രയത്നം കൊണ്ട് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ചിത്രകാരനായ അബ്ദുൾ റസാഖ്. പ്ലാസ്റ്റിക് ഷീറ്റ് ഉൾപ്പെടെ വിവിധ മെറ്റീരിയൽ ഉപയോഗിച്ച് പൂർത്തീകരിച്ച ലെനിൻ കൈചുരുട്ടി നിൽക്കുന്ന ചിത്രം ഏവരെയും ആകർഷിക്കും. ലെനിന്റെ 50ലേറെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള അബ്ദുൾ റസാഖ് തന്നെയാണ് 2800 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ ചിത്രവും നിർമ്മിച്ചത്. സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ നിരവധി തവണ ലെനിന്റെ ചിത്രങ്ങളുടെ പ്രദർശനവും റസാഖ് നടത്തിയിട്ടുണ്ട്. ലെനിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഇവിടെ ഇന്ന് ഇത്തരത്തിൽ കുമളി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ 2800 ചതുരശ്ര അടി വലിപ്പമുള്ള ലെനിന്റെ ചിത്രം തീർത്തിട്ടുള്ളത്. ഇത്തരത്തിലെന്ന് പറയുന്നത് ഒന്ന് ലെനിനോടുള്ള സ്നേഹാദരമുണ്ട്. അതോടൊപ്പം തന്നെ കലാരംഗത്തെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുള്ളൊരു താല്പര്യത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടിയായിട്ടെടുത്തത്. ഇതിനകം 12000ലേറെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള അബ്ദുൾ റസാഖ് ചിത്രകലയിൽ നിരവധി റെക്കോർഡുകൾക്കും ഉടമയാണ്. ജനുവരി 30 കുമളിയിൽ മഹാത്മാഗാന്ധിയുടെ കൂറ്റൻ ചിത്രവും റസാഖ് വരയ്ക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാന കബഡി ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മണിയാട്ട് സംസ്ഥാന ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. 14 ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട പുരുഷ വനിതാ ടീമുകൾ പങ്കെടുത്തു. ഫെബ്രുവരി ആദ്യ വാരം തെലങ്കാനയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ
പങ്കെടുക്കേണ്ട ടീമിന്റെ തെരഞ്ഞെടുപ്പും നടന്നു. ദ്രോണാചാര്യ പുരസ്കാരം നേടിയ കബഡി പരിശീലകൻ ഇ ഭാസ്കറിനെയും പാചകകലയിൽ സംസ്ഥാന ഫോക്ലോർ അവാർഡ് നേടിയ VP രാജനെയും ചടങ്ങിൽ അനുമോദിച്ചു. സംസ്ഥാന കബഡി അസോസിയേഷനിലെ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ 7 വർഷമായി ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ടായിരുന്നില്ല. കോടതി നിർദ്ദേശപ്രകാരമാണ് സ്പോർട്സ് കൌൺസിൽ ഇടപെട്ട് ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ച് ചാമ്പ്യൻഷിപ്പ് നടത്തിയത്. പത്തനംതിട്ട നഗരസഭയുടെ നവീകരിച്ച ആധുനിക മത്സ്യ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടന്നു. 1 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ഗുണമേന്മയും ശുചിത്വവുമുള്ള മത്സ്യം വൃത്തിയുള്ള സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുക, മത്സ്യവ്യാപാരികൾക്ക് മെച്ചപ്പെട്ട സാഹചര്യം ഒരുക്കുക എന്നിവ മുൻനിർത്തിയാണ് പത്തനംതിട്ട മുനിസിപ്പൽ മാർക്കറ്റ് നവീകരിച്ചത്. സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മുഖേനയാണ് പുതിയ മത്സ്യ മാർക്കറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം. വളരെ ഭംഗിയായി തന്നെ ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പൂർത്തീകരിച്ചിട്ടുണ്ട്. 99.90, അതായത് 10 ലക്ഷം രൂപയാണ് 1 കോടി രൂപയ്ക്ക് കുറവുള്ളത്. അതിൽ തന്നെ 10 ലക്ഷം രൂപ നമുക്കധികം അതിൽ എക്സസ് ആയിട്ടുണ്ട്, ലാഭമുണ്ട്. അപ്പോൾ ആ 10 ലക്ഷം രൂപ ഇപ്പോൾ STPയുടെ ഇതിൻ്റെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് ആ 10 ലക്ഷം രൂപ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. നിലവിലുള്ള കെട്ടിടം പൊളിച്ചാണ് 5600 ചതുരശ്ര അടി വിസ്തീർണത്തിൽ മോഡേൺ ഹൈജീനിക് മാർക്കറ്റ് നിർമ്മിച്ചത്. നവീകരിച്ച മത്സ്യ മാർക്കറ്റ് കെട്ടിടത്തിന്റെ 7 കടമുറികൾ, മത്സ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി 19 സ്റ്റെയിൻലെസ് സ്റ്റീൽ മത്സ്യ ഡിസ്പ്ലേ ട്രോളികൾ എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന മാർക്കറ്റാണ് ഇത്. കെട്ടിടത്തിൽ ആവശ്യമായ സ്റ്റെയിൻലെസ് സ്റ്റീൽ സിങ്കുകൾ, ഡ്രെയിനേജ് സൗകര്യം എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായി മത്സ്യം വാങ്ങാൻ കഴിയും വിധമാണ് മാർക്കറ്റിന്റെ രൂപകൽപ്പന. ന്യൂസ് 18 പത്തനംതിട്ട. കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യ പ്രീമിയം റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു. എറണാകുളം അങ്കമാലിയിൽ തുടങ്ങിയ കഫേ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറന്റ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജില്ലകളിലും കഫേ കുടുംബശ്രീ റെസ്റ്റോറന്റുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കുടുംബശ്രീ മേളകളിലൂടെ ജനപ്രിയമായ കുടുംബശ്രീയുടെ തനത് വിഭവങ്ങൾക്കൊപ്പം പ്രാദേശിക ഭക്ഷ്യവൈവിധ്യങ്ങളുടെയും സ്വാദ പരിചയപ്പെടുത്തുകയാണ് കഫേ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറന്റുകളിലൂടെ. കെട്ടിലും മട്ടിലും ഉന്നത നിലവാരം പുലർത്തിയാണ് കഫേ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറന്റ് ജനങ്ങളിലേക്ക് എത്തുന്നത്. കുടുംബശ്രീയുടെ ജനപ്രിയമായ വനസുന്ദരി, ഗന്ധക ചിക്കൻ എന്നിവയോടൊപ്പം അങ്കമാലിയുടെ പ്രാദേശിക വിഭവങ്ങളായ മാങ്ങാക്കറി, ബീഫും കൂർക്കയും പോർക്കും കൂർക്കയും തുടങ്ങിയവയും ഇവിടെ ലഭ്യമാക്കും. എല്ലാ ജില്ലകളിലും കഫേ കുടുംബശ്രീ റെസ്റ്റോറന്റുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. 5 ഇപ്പോൾ ആരംഭിക്കാൻ തയ്യാറായി കഴിഞ്ഞു. എല്ലാ ജില്ലയിലും മെയ് 17 കുടുംബശ്രീ ദിനമാകുമ്പോഴേക്കും കഫേ കുടുംബശ്രീയുടെ റെസ്റ്റോറന്റുകൾ, പ്രീമിയം റെസ്റ്റോറന്റുകൾ നിലവിൽ വരും. രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് പ്രവർത്തന സമയം. 20ഓളം കുടുംബശ്രീ പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. ശുചിത്വം, മാലിന്യ സംസ്കരണം, പാഴ്സൽ സർവീസ്, ഓൺലൈൻ സേവനങ്ങൾ, ശുചിമുറി, പാർക്കിംഗ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടെയാണ് പ്രീമിയം കഫേകൾ സജ്ജമായിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. തൃശൂരിൽ കാവലക്കാടിൽ പൂരത്തിനിടെ കൂട്ടയടി. എഴുന്നള്ളത്തിനിടെ ആനയെ നിർത്തുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അടിയിൽ കലാശിച്ചത്. കുന്നംകുളം കുറുക്കൻപാറ കാവിലക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സംഭവം. കൂട്ടിയെഴുന്നള്ളിപ്പിന് ആനയെ നിർത്തുന്നതിനെ ചൊല്ലിയുള്ള തർക്കം കൂട്ടിയടിയിൽ കലാശിക്കുകയായിരുന്നു. എഴുന്നള്ളിപ്പ് സമയത്ത് ദേവസ്വത്തിന്റെ തിടമ്പേറ്റിയ ആനയെയാണ് നടുവിൽ നിർത്തിയത്. വലത്തെ ഭാഗത്ത് തെച്ചിക്കോട്ട് രാമചന്ദ്രനും പുതുപ്പള്ളി കേശവനുമാണ് ഉണ്ടായിരുന്നത്. ഇടത്തെ പറ്റത്തിൽ തൃക്കടവൂർ ശിവരാജുവിനെ മാറ്റി ചിറക്കൽ കാളിദാസൻ എന്ന ആനയെ നിർത്തിയതിനെ തുടർന്ന് തർക്കമുണ്ടായി. തർക്കം പിന്നീട് ദേശക്കാർ ഏറ്റെടുക്കുകയും കൂട്ടയടിയിൽ കലാശിക്കുകയുമായിരുന്നു. തമ്മിലടി വലിയ സംഘർഷത്തിലേക്ക് പോയതോടെ പാപ്പാന്മാർ ആനകളെ പൂരപ്പറമ്പിൽ നിന്ന് മാറ്റി. ഇതിനാൽ മറ്റു ദുരന്തങ്ങൾ ഒഴിവായി. സംഭവ സമയത്ത് ചുരുക്കം പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കുന്നംകുളം സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തി ലാത്തി വീശിയാണ് സംഘർഷം ശമിപ്പിച്ചത്. സംഘർഷത്തിലും ലാത്തി വീശലിലും നിരവധി പേർക്ക് പരിക്കേറ്റു. ഒടുവിൽ ബാക്കിയുള്ള ആനകളെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തുകയായിരുന്നു. ന്യൂസ് 18 തൃശൂർ. നാട്ടുപുറത്ത് പൂർണ്ണമാകുന്നു. നമസ്കാരം.